എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ആരോടും പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് സഫലമാകുന്നത് വരെ ആ കാര്യങ്ങൾ ആരോടും പറയരുത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വെക്കാൻ പോകുക, അല്ലെങ്കിൽ പുതിയ കാറ്, അങ്ങനെ എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അത് നേടുന്നതിന് മുമ്പ് മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ അത് ചിലപ്പം നമുക്ക് നടക്കണമെന്നില്ല. കാരണം ഇതെൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ്. എന്നാന്ന് വെച്ചാൽ, അതിന് പല തടസ്സങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് പൈസ ഉണ്ടായിരിക്കും, പക്ഷെ നമുക്ക് എത്ര ആണെന്നാലും ചിലപ്പോൾ അത് മേടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് എന്ത് കാര്യങ്ങളും നമ്മൾ നടന്നതിന് ശേഷം മാത്രമേ മറ്റുള്ളവരോട് പറയാവൂ. പിന്നുള്ളൊരു കാര്യം, നമ്മുടെ ബലഹീനതകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. കാരണം ചിലപ്പോൾ നമുക്ക് ചില കാര്യത്തിലൊക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും, ചില കാര്യത്തിലൊക്കെ നമുക്ക് ചില എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും. അതൊരിക്കലും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും ഒരു അവസരത്തിൽ നമ്മുടെ ഈ പോരായ്മ അവർ മുതലെടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു പോരായ്മ ഉള്ളത് കൊണ്ട് ചിലപ്പം നമുക്ക് അവരുടെ മുമ്പിൽ ചിലപ്പം തല കുനിക്കേണ്ട ഒരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ അറിയിക്കരുത്. ഇപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് കഴിവതും അവർ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കുന്നതാണ് നല്ലത്. കാരണം മറ്റുള്ളവരിത് അറിഞ്ഞു കഴിയുമ്പോൾ അവർ പല രീതിയിലായിരിക്കും അതിനെ പറയുന്നത്. പിന്നീട് ഈ ഭാര്യ ഭർത്താവ് നല്ല സ്നേഹത്തോടെ കഴിയുമ്പോൾ ഇവർ അന്നേരം കോലിട്ടിളക്കാൻ വരുന്നൊരു പരിപാടിയുണ്ട്. കാരണം അന്നേരം ഇവർ പറയും, എടി അന്ന് എന്നോട് നിൻ്റെ കെട്ടിയവൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നീ ഇങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത്, ഇപ്പം നാണമില്ലേടി നിനക്ക് അയാളെ സ്നേഹിക്കുക, അങ്ങനെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കും. അതുകൊണ്ട് കഴിവതും കുടുംബ പ്രശ്നങ്ങൾ പുറത്തുള്ളവരുമായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ സാമ്പത്തികം, നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായാലും അതൊരിക്കലും മറ്റുള്ളവരെ അറിയിക്കില്ല. നമ്മളായിട്ട് പറഞ്ഞ് ഒരിക്കലും മറ്റുള്ളവരെ അറിയരുത്. കാരണം മറ്റുള്ളവരെക്കാട്ടിലും നമ്മൾ അധികം പണം ഉണ്ടാക്കുകയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതോ ഒന്നും ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കുറച്ച് പേർക്കൊക്കെ അതിൽ കുഴപ്പമില്ലായിരിക്കും, മറ്റുള്ളവർ നന്നാകുന്നത് കാണാൻ സന്തോഷമേ ഉള്ളൂ. എന്നാലും ഭൂരിഭാഗം മനുഷ്യർക്കും മറ്റുള്ളവർ നന്നാകുന്നത് അത്ര ഇഷ്ടമല്ല. എല്ലാവർക്കും അവരവരുടെ കാര്യം എന്നുള്ളൊരു നിലപാടുള്ളതാണ് പൊതുവെ സമൂഹത്തിൽ കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല ജീവിതം നയിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് ഒരിക്കലും പറയരുത്. ചില മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് ചിലപ്പോൾ 10,000 രൂപ ശമ്പളം ഉള്ളായിരിക്കും. മറ്റുള്ളവർ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ അവർ പറയും 10,000 രൂപ എനിക്ക് ശമ്പളമുണ്ട്, 25,000 ഉണ്ട്, 50,000 ഉണ്ട്, അങ്ങനെ പറയും. ഇവരോർക്കും ഞാൻ മറ്റുള്ളവരോട് സ്വന്തം ശമ്പളം പറയുമ്പോൾ അവരുടെ മുമ്പിൽ തനിക്ക് വില കിട്ടുമായിരിക്കും. പക്ഷെ വില കിട്ടുകയല്ല ചെയ്യുന്നത്, പിന്നീട് മറ്റുള്ളവരിത് നമ്മളെ മുതലാക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പിന്നെ അവർക്കൊരു പൈസയുടെ ആവശ്യം വരുമ്പോൾ അവർ പറയും, എടാ എനിക്കൊരു 25,000 രൂപ തരാമോ, ഞാനല്ല പിന്നെ തരാം. അപ്പം നമ്മൾ പറയും, എടാ എൻ്റെ കയ്യിൽ അത്രയും പൈസയൊന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ 10,000 രൂപയ്ക്കുള്ള എനിക്ക് ശമ്പളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കണമെന്നില്ല. അവർ പറയും, നീ എല്ലാടാ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ നിനക്ക് ഒരു മാസം 25,000 രൂപ അല്ല 50,000 രൂപ ശമ്പളം ഉണ്ടെന്ന്, പിന്നെ നീ എന്നാടാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്ന പറ്റി വെറുതെ നമുക്ക് ഒരു ശത്രുവിനെയും കൂടെ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കഴിവതും സ്വന്തം വരുമാനത്തെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക. പിന്നെ നമ്മുടെ ഭാവി പരിപാടികൾ, നമ്മൾ ഭാവിയിലേക്ക് എന്തെങ്കിലും കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതിനെക്കൂട്ട് മുൻകൂട്ടി ആരോടും പറയാതിരിക്കുക.